വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഷാഫിക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. എങ്ങനെയുണ്ട് കാര്യം? അതെ, ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ ഒരുപാട് സമയമുള്ളത് പോലെയൊക്കെ തോന്നി. പക്ഷെ ഇപ്പോ എത്തിയപ്പോ പെട്ടെന്ന് അങ്ങ് തീർന്ന പോലെയാ തോന്നുന്നത്. കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം വളരെ നന്നായി ഓടിയെത്തി. മറ്റേ ഏരിയ മൊത്തം കവർ ചെയ്തു. ഒരു ലേറ്റ് കമർ ആണെന്നുള്ള എല്ലാ മേഖലകളിലേക്ക് എത്താൻ പറ്റും. എല്ലാ മേഖലകളിലും എത്താൻ ഈ വടകര മണ്ഡലത്തിൽ വികസന വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തെ മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഷാഫി മുൻപ് മത്സരിക്കുന്നിടത്തുനിന്നുള്ള ഭിന്നമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ കണ്ടോ? സാർ, അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറെ ആക്ഷേപം നേരിടേണ്ടി വന്നു. പക്ഷെ അതിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ക്ലാരിറ്റി വരുത്തി. അതൊരു പിന്നെ നമ്മുടെ അറിവില്ലാത്ത കാര്യത്തിന് നമ്മളെ പേര് കോട്ട് ചെയ്തിട്ട് രേഖാമൂലവും പത്രസമ്മേളനത്തിലൊക്കെ പറയുന്ന സാഹചര്യവും, പിന്നെ എനിക്ക് ഉമ്മയില്ലെന്ന് വരെ ചോദ്യമൊക്കെ ഉണ്ടായി. ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചാണെന്ന് ഓർക്കണം, ഞാൻ അറിയാത്ത കാര്യത്തെ സംബന്ധിച്ചു. അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങനെ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു. ജനങ്ങളല്ലെങ്കിലും അത് പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഞാൻ അതിനെ കൺവിൻസ്ഡ് ആയതുകൊണ്ട് എനിക്കും അങ്ങനത്തെ വേറെ അതിനൊരു ഇമ്പാക്ട് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷാഫി ഇതിൽ പരാതി കൊടുക്കുമെന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് ചെയ്തു എന്ന് ഇന്നലെ തന്നെ ഷാഫി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരാതി ശക്തമായ നിലപാടായിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അതല്ല അത് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് അങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് വേറെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി അവർ വേറെ എന്തെങ്കിലും സംസാരിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് പരാതിയില്ല. പൊളിറ്റിക്സ് നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും, പക്ഷെ അതിനെ ഈ ഒരു തരത്തിലാക്കാൻ പാടില്ലല്ലോ. അത് അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാൻ ഒരു പരാതി കൊടുക്കും. അതിൽ വേറെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ അങ്ങനെ വെൻഡേറ്റ ഇല്ല, ആരോടും വ്യക്തിപരമായ വെൻഡേറ്റ ആരോടും ഇല്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിക്കാൻ തിരക്കാണെന്ന് മനസ്സിലായി. ഇപ്പോൾ CAA വിഷയം ഉൾപ്പെടെ മണ്ഡലത്തിൽ ഉയർത്തുന്നില്ല എന്നുള്ള ആരോപണം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നൊക്കെ. എന്താണ് ഷാഫി ആ കാര്യത്തിലൊക്കെ വ്യക്തത? ഇന്നലെ വരെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്ന്. രണ്ട്, ഇന്നലെ വരെ ഇപ്പൊ ചിദംബരം പറഞ്ഞ എന്താ, അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ അത് കീറി വലിച്ചെറിയും, വിഡ്രോ ചെയ്യും എന്ന് പറയും. ഫസ്റ്റ് ക്യാബിനറ്റ്. അതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് കടപ്പുറത്ത് പ്രസംഗിച്ച് മുഖ്യമന്ത്രി കേട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് ഒന്ന് കേൾക്കാൻ പറ. അപ്പം ഈ മുഖ്യമന്ത്രിയോട് ഇനി മുഖ്യമന്ത്രിക്ക് മോദിയെ പറയാൻ മടിയാണെങ്കിൽ പറയണ്ട. ഇനി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറിനും നല്ലതല്ല. നിലവിലുള്ള വിവാദങ്ങളും അത്തരം വിഷയങ്ങളും ഒന്നും വടകരയിൽ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം ഷാഫിയെ സംബന്ധിച്ച് 100%. ജനങ്ങളല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, അവരുടെ റെസ്പോൺസ് അല്ലേ നമുക്കുണ്ടാവുന്ന ആത്മവിശ്വാസം. അതിപ്പോൾ ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, എല്ലായിടത്തും പിന്തുണ കിട്ടുന്നുണ്ട്. ജയിക്കാൻ കഴിയും. പിന്നെ വിവാദങ്ങൾ ഞങ്ങൾക്ക് എതിരായിട്ടാണ് വന്നതെങ്കിലും അവസാനം അത് എങ്ങനെയാണ് ഭവിച്ചത്? ഞങ്ങൾ അതിനകത്ത് അങ്ങനെ മലക്കം പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് ശൈലജ ടീച്ചർ വീണ്ടും അതിപ്പോൾ അവരുടെ നിലപാടല്ലല്ലോ. ആ സാധനം ഉണ്ടോ ഇല്ലയോ അത് പറയൂ. അവരും മലക്കം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ പറയപ്പെട്ട, പ്രചരിപ്പിക്കപ്പെട്ട, ഞങ്ങൾ വിമർശിക്കപ്പെട്ട അശ്ലീലം എന്ന പദം വരെ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചല്ലോ. അവരെ നിലപാടോ മലക്കം പറഞ്ഞത് അവരുടെ സ്വാതന്ത്ര്യമല്ല. അവർ അറിയാതിരിക്കുകയോ ചെയ്തോട്ടെ. അങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഞങ്ങളത് നിർമ്മിച്ചിട്ടില്ല. അത് വടകരയിൽ എല്ലാവർക്കും മനസ്സിലായി, കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. ഷാഫി എന്തായാലും നിലപാട് വ്യക്തമാക്കുകയാണ്. ഷാഫി കൃത്യമായ സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ആ വിവാദങ്ങളിലൊക്കെ തന്നെ ഷാഫി മറുപടി പറയുന്നു. ഇന്ന് പരാതിയുമായി പോകുമെന്നുള്ള നിലപാട് കൂടി ഷാഫി പറയുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്ക് റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വടകര.